ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മാങ്ങക്കറി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങക്കറി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതേ ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കടുക് പൊട്ടിക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 2 പച്ചമുളക് നടുവേക്ക് കീറിയത്, പിന്നെ കുറച്ച് ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു കുറച്ച് സബോള ചെറുതായി കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം മറന്ന് വരുമെന്ന് നമുക്ക് വഴറ്റാം. അതിലേക്ക് നമ്മളിതേ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു സ്മെല്ല് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ആ മസാലയുടെ കൂടെ ഒന്ന് വഴറ്റാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് അത് തിളച്ച് വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം നമ്മൾ 1ാം പാലും കൂടെ അതിൽ ചേർത്ത് കൊടുത്തു. 1ാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ് കേട്ടോ.